ബിഗ് ബോസ് മലയാളം സീസൺ 7 കപ്പ് കിട്ടുന്നത് അനീഷിനാണോ അതോ അനുമോളിനാണോ? ഒരു പോളിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എന്താണ് സംഭവം ഞാൻ പറയാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോ അനീഷാണോ കപ്പടിക്കുന്നത്? ഇപ്പോ ഈ ഒരു 35ാമത്തെ ദിവസത്തിന് ശേഷം ഇപ്പൊ 50ാമത്തെ ദിവസം എത്തിയിരിക്കുന്നു അല്ലെ? അതിനുശേഷം അനുമോളുടെ ഗ്രാഫ് താഴോട്ട് വരികയാണ്. ഞാനൊരു പോൾ ഇട്ടിരുന്നു 2 ദിവസം മുൻപ്, ഒരു പോൾ ഇട്ടിരുന്നു. 2400 പേര് ഓളം അത് എന്താണ് നമുക്ക് പോൾ ചെയ്തിരുന്നു. അതില് 59% അനീഷിനാണ് വോട്ട്. ഞാൻ അനുമോളും അനീഷിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അനീഷിന് 59% വോട്ടാണ് ഉള്ളത്. പിന്നെ 41% മാത്രമാണ് അനുമോളുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ തമ്മിൽ ഇട്ടിരിക്കുന്നത് ഇതിൽ ആര് കപ്പടിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു പോളാണ് ഇട്ടത്. അതിൽ 41% അനുമോളിനും 59% അനീഷിനാണ് ഉള്ളത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അയ്യോ 35 ദിവസം വരെ അനുമോളിനായിരുന്നു ലീഡ്. അനുമോളായിരുന്നു, ഷാനവാസും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അനുമോളായിരുന്നു ലീഡ്. ഇപ്പോ അനീഷാണ് ലീഡായിരിക്കുന്നത്. അതെങ്ങനെയാണ്? കാര്യം പറയാം. ഇപ്പൊ നമ്മൾ 3 പേരുടെ വോട്ട് എടുക്കുകയാണ്. ഇപ്പൊ അനീഷ്, അനുമോള്, ഷാനവാസ്, ഈ 3 പേരുടെ പോൾ ഇടുകയാണെങ്കിൽ അതിൽ ഷാനവാസ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഷാനവാസ് ആണ് ഇപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. സെക്കൻഡ് അനുമോള്, പിന്നെ എന്താ വരുന്നത് അനീഷ്. ഈ 3 ടോപ്പ് 3 ഇവരായിട്ടാണ് കാണിക്കുന്നത് നമ്മുടെ പോളുകളിൽ. ഇഫ് ഇൻ കേസ് ഗ്രാൻഡ് ഫിനാലയില് ടോപ്പ് 2 വരുന്നത് അനുമോളും അനീഷ് ആണെങ്കിൽ, ഒരു സാധ്യത മാത്രമാണ് പറയുന്നത്, ടോപ്പ് 2 ഗ്രാൻഡ് ഫിനാലെ വരുന്നത് അനീഷും അനുമോളാണെങ്കിൽ ആ ഒരു സമയത്ത് ഒരു ലൈവ് വോട്ടിംഗ് നടത്തുകയാണെങ്കിൽ ഉറപ്പിച്ചോ അനീഷ് വിന്നറാകും. അനീഷ് വിന്നറാകും. ഒരു ലൈവ് വോട്ടിംഗ്, അത് ഹിന്ദിയിൽ നടക്കുന്ന ഒരു കേസാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലൈവ് വോട്ടിംഗ് ആയിട്ട് നമ്മൾ ലൈവാണ്, ഗ്രാൻഡ് ഫിനാലെ ലൈവ് ആയിരിക്കും ഒന്ന്. ആ ഗ്രാൻഡ് ഫിനാലെ ലൈവ് ഉള്ള ആ ദിവസം എന്താണ് രാത്രി ഒരു 8 മണിക്കൊക്കെ ഈ ഒരു പോൾ തുടങ്ങും. ടോപ്പ് 2 വെച്ചിട്ട് ഒരു പോൾ തുടങ്ങും. ടോപ്പ് 2 വെച്ചിട്ട് ഒരു പോൾ തുടങ്ങിയിട്ട് എന്താണ് ഗ്രാൻഡ് ഫിനാലെ ആവുമ്പോൾ ഇത് അനൗൺസ് ചെയ്യും ആർക്കാണ്. അങ്ങനെ വരുമ്പോ ഇപ്പൊ ഷാനവാസ് 3rd പൊസിഷനിൽ പോയെന്ന് കരുതിക്കോ. ഷാനവാസ് 3rd പൊസിഷനിൽ പോയിട്ട് ഈ 2 പേരെ വെച്ചിട്ടാണ്, ഈ അനീഷും അനുമോളും വെച്ചിട്ടാണ് പോളിംഗ് നടത്തുന്നത് ചോദിച്ചു ഗ്രാൻഡ് ഫിനാലയില്. ഉറപ്പിച്ചോ അനീഷ് കപ്പ് തൂക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഷാനവാസും അനീഷും നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അടിസ്ഥാനത്തില് ഷാനവാസിന്റെ വോട്ടുകളും മൊത്തത്തിൽ അനീഷിന് കിട്ടും. മനസ്സിലായോ? ഷാനവാസിന് കൊടുക്കാനിരുന്ന ആൾക്കാര് ടോപ്പ് 2 വന്നിരിക്കുന്ന അനീഷിന് വോട്ട് കൊടുക്കും. അങ്ങനെ അനീഷ് കപ്പടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നാൽ, ഇഫ് ഇൻ കേസ് അങ്ങനെ നടന്നില്ലെങ്കിൽ ഷാനവാസ് ആണ് മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് ഷാനവാസ് കപ്പടിക്കും. ഓക്കെ, അറിയില്ല. അപ്പൊ എനിക്കത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടുപോയി. കാരണം ഇത്രയും 35-40 ദിവസം വരെ അനുമോള് ലീഡ് ചെയ്തിരുന്ന പോളുകൾ ഇപ്പോ അനുമോള് 3rd പൊസിഷനിൽ എത്തേണ്ട ഒരു അവസ്ഥ വന്നു, അല്ലെങ്കിൽ 2nd പൊസിഷനിൽ എത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അനുമോളുടെ ഗെയിം ഡൗൺ ആയിട്ടുണ്ട്. ഈ 2 ആഴ്ചയായപ്പോഴത്തേക്ക് ഗെയിം നല്ലോണം ഡൗൺ ആയിട്ടുണ്ട്. ഒരു ആക്റ്റീവ് ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അനുമോളുടെ ഗെയിം നല്ലോണം ഡൗൺ ആയിട്ടുണ്ട്. ഷാനവാസ് കയറി വരുന്നുണ്ട്. ഷാനവാസിന്റെ കൂടെ അനീഷ് ഉള്ളതുകൊണ്ടും അനീഷും കൂടെ കയറി വരുന്നുണ്ട്. അപ്പൊ ടോപ്പ് 2 എന്റെ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഷാനവാസ് ടോപ്പ് വിന്നർ ആവുന്ന രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പോഴത്തെ 50 ദിവസത്തെ അനലൈസ് ആണ് മാത്രം. ഞാൻ 50 ദിവസത്തെ കാര്യമാണ് പറയുന്നത്. ഇനി 50 ദിവസം ഉണ്ടല്ലോ, അതിന് മാറിയാം. അപ്പൊ ഈ 50 ദിവസത്തെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വിന്നർ ആവുന്നത് ഷാനവാസ് ആയിരിക്കും. ടോപ്പ് 2 അനുമോൾ അല്ലെങ്കിൽ അനീഷ് ആവാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ പോൾ? എന്റെ പോള് ഞാൻ ഫോട്ടോ ഞാൻ ഇടാൻ നോക്കാം, അല്ലെങ്കിൽ ഞാൻ പോള് എന്റെ പോസ്റ്റിലുണ്ട്, എന്റെ യൂട്യൂബ് പോളിലുണ്ട്. നിങ്ങൾ നോക്കുക, അനീഷാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. നമുക്കറിയില്ല, 2400 വോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് നോട്ട് ഒഫീഷ്യൽ. എന്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അറിയില്ല, നമുക്ക് നോക്കാം. അനുമോൾ ഇനി ലീഡ് നിൽക്കോ, അല്ലെങ്കിൽ അനുമോളുടെ ഗെയിം ഇതേപോലെ തന്നെ ഡൗൺ ആയി തന്നെ പോകുമോ, നമുക്ക് അറിയില്ല. നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞപ്പോൾ അടുത്തൊരു വീഡിയോയും അതുപോലെ എവിക്ഷൻ അപ്ഡേറ്റ് ഒക്കെ ഞാൻ ഉടൻ വരുന്നതാണ്. അപ്പൊ അതുവരെയും ബൈ.